രാജാവ്. എന്നെ രാജാവാക്കിയാലും അഥവാ ഏക അകിഞ്ചനത്വം, എന്നെ ഭിക്ഷക്കാരനാക്കിയാലും നിത്യം ദാദസി ബഹുമാനം അത അപമാനം. അതായത് എനിക്ക് ബഹുമാനം കിട്ടിയാലും എല്ലാ പോകുന്ന അവിടേക്ക് എനിക്ക് ബഹുമാനം കിട്ടും, അല്ലെങ്കിൽ തഥാ അപമാനം, എനിക്ക് എവിടെയെങ്കിലും പോയി അപമാനം കിട്ടിയാലും, അതായത് വൈകുണ്ഠവാസം അഥവാ നരക നിവാസം, എനിക്ക് വൈകുണ്ഠത്തിൽ കൊണ്ടുപോയാലും എന്നെ നരകത്തിൽ കൊണ്ടിട്ടാലും, ഹേ വാസുദേവ മമ നാസ്തി അന്യഗതിത്വം, എനിക്ക് ഇനി വേറൊരു ഗതിയില്ല, ഞാനിനി ആരെയും ആശ്രയിക്കുന്നില്ല, ഞാനിനി അവിടെ പോണം ഇവിടെ പോണം വൈകുണ്ഠത്തിൽ പോണം നരക, ഞാൻ ഒന്നും ചിന്തിക്കുന്നില്ല. ഞാൻ തീരുമാനം എടുക്കുമ്പോഴൊക്കെ അത് തെറ്റായി പോകുന്നു. എന്റെ ഏക തീരുമാനം ഇതാണ്. ഇപ്പൊ എന്താ തീരുമാനിച്ചിരിക്കുന്നത്? ഹേ വാസുദേവ നമ നാസ്തി അന്യഗതി, എനിക്ക് ഒരു അന്യഗതി ഇല്ല. ആശ്ലിഷ്യവാദരതാം പിനഷ്ടുമ അദർശന മർമ്മകരാം കരോതുവ യഥാ തഥാ വാ വിദതാതുലംബദോ. അതായത് ഇനി മറ്റൊരാശ്രയമില്ല. മത്പ്രാണനാദസ്തു സൈവന, ഇനി നമുക്ക് വേറെ ആളില്ല. ഇനി ഇതാണ് സറണ്ടർ. മഹാപ്രഭു ഉദ്ദേശിക്കുന്ന ആശ്രയം, ശരണാഗതി എന്ന് പറയുന്ന ഇതാണ്. അതായത് നമുക്കൊരു ചോയ്സ് ഇവിടെ ഇല്ല. ഭൗതിക ലോകത്തില് നമ്മളിവിടെ ഒന്ന് വീണത് തന്നെ വലിയ അബദ്ധമാണ്. എന്നിട്ട് ഇവിടെ വന്നിട്ട് ചോയ്സ് പറഞ്ഞുകൊണ്ടിരിക്കുക, എനിക്ക് അവിടെ പോകണം ഇവിടെ പോകണം വൈകുണ്ഠം പോകണം ഗോലോകം പോകണം. വി ആർ ഇൻ ആക്വേർഡ് സിറ്റുവേഷൻ. നമ്മൾ ഒരു മോശപ്പെട്ട അവസ്ഥയിലാണ് ഇരിക്കുന്നത്. ഇവിടെ വന്നിട്ട് നമ്മൾ ബാർഗെയിൻ ചെയ്യാണ് ഭഗവാന്റെ അടുത്ത്, അല്ലെ? ബാർഗെയിനിങ് ആണോ അല്ലയോ? വിലപേശല്. എനിക്ക് സ്വർഗത്തിൽ പോകണം, എനിക്ക് വൈകുണ്ഠത്തിൽ പോകണം, ഈ ഭൂമിയിൽ ഞാൻ വലിയ ഭക്തനായിരിക്കണം. ഇതെല്ലാം ഓൾ യൂസ്ലെസ് കോൺസെപ്ഷൻ. അപ്പൊ ഇവിടെ പറയുന്നത് എന്താണ്? മമനാസ്തി അന്യഗതിത്വം, എനിക്ക് വേറെ ഗതിയില്ല. ഇങ്ങനെ ചിന്തിച്ചാൽ പിന്നെ ഭഗവാനാണ് തീരുമാനം എടുക്കുന്നത്. ഇപ്പൊ നമ്മൾ വേറെ തീരുമാനം എടുക്കുന്നില്ല. നമ്മുടെ തീരുമാനങ്ങൾ എപ്പോഴും എന്തായി പാഴി പോകും. എന്ന് വെച്ചാൽ നമുക്കറിയില്ല എന്ത് തീരുമാനം എടുക്കണം. അപ്പൊ നമ്മൾ തെറ്റായ തീരുമാനം എടുക്കാതെ ഈ തീരുമാനം എടുത്താൽ പിന്നെ ഭഗവാൻ വിചാരിക്കും നമ്മളെ എവിടെ കൊണ്ടുപോകണം. മനസ്സിലായോ? സോ ഡിസിഷൻ, ഗിവ് ദ ഡിസിഷൻ ടു കൃഷ്ണ. നമ്മുടെ ജീവിതത്തിന്റെ തീരുമാനം ആരെടുക്കണം? ഭഗവാൻ എടുക്കണം, അല്ലാതെ നമ്മൾ എടുക്കരുത്. അതാണ് എല്ലാ തെറ്റും നമ്മൾ ചെയ്യുന്നത്. നമ്മൾ എടുക്കണം തീരുമാനം. എപ്പോഴും നമ്മുടെ തീരുമാനം തെറ്റായിരിക്കും. കാരണം എന്താ? ബുദ്ധിയില്ല, നമുക്ക് വേണ്ട ബുദ്ധിയില്ലല്ലോ. ശരണാഗതിയാണ് ഏറ്റവും വലിയ ബുദ്ധി. ഭഗവാനെ ആശ്രയിക്കൽ. അന്യ അഭിലാഷത ശൂന്യം ജ്ഞാനകർമാദ്യനാവൃതം ആനുകൂല്യേന കൃഷ്ണേനുസുലനം ഭക്തിരോത്തമം. അതായത് ബാർഗൈനിങ് ചെയ്യാൻ പാടില്ല. അതായത് ഒരിക്കലും ഭഗവാനടുത്ത് ബാർഗൈൻ ചെയ്തത്. എനിക്ക് ഇങ്ങനെ വേണം, ഡിമാൻഡിങ് ആണ്. എനിക്ക് ഭക്തി വേണം, എനിക്ക് വൈകുണ്ഠം വേണം, എനിക്ക് ഗോലോകം വേണം. ഇതൊക്കെ ബാർഗൈനിങ് ആണ്. സോ ഡോണ്ട് ബാർഗൈൻ. ഒരിക്കലും ഭഗവാനോട് വിലപേശരുത്. ഈ ഒരു ശരണാഗതി ചെയ്താൽ ഭഗവാനക്ക് അറിയാൻ നമ്മൾ എവിടെ കൊണ്ടുപോകണം. ഹി വിൽ ഡിസൈഡ്. ഭഗവാനോട് എന്റെ ജീവിതം തീരുമാനിക്കൂ ഭഗവാൻ. ഞാൻ ഒരിക്കലും അതിന് ടെൻഷൻ അടിക്കുന്നില്ല. അതുകൊണ്ടാണ് ഭക്തന്മാർ മരിക്കുമ്പോൾ അവർക്ക് ഒരു ടെൻഷനും ഇല്ല. കാരണം വൈകുണ്ഠം പോകണമെന്ന് വിചാരിച്ച പിന്നെ ടെൻഷനാണ്. ഇവ കൊണ്ടുപോകുമോ ഇല്ലയോ എന്ന് ടെൻഷനാവും, അല്ലെ? നമ്മൾ വൈകുണ്ഠം പോകണമെന്നൊരു ടാർഗറ്റ് ഫിക്സ് ചെയ്താൽ നമുക്ക് ഭഗവാനോട് സംശയം വരും, കൊണ്ടുപോകുമോ ഇല്ല വേറെ എവിടെയും കൊണ്ടുപോകുമോ. പക്ഷെ നമ്മൾ അത് ചിന്തിക്കാതെ വിട്ട് കഴിഞ്ഞാൽ ഭഗവാൻ എവിടെ കൊണ്ടുപോയാലും എനിക്ക് നല്ലതാണ്. എനിക്ക് എന്ത് നല്ലതെന്ന് എനിക്കറിയില്ല, ആർക്കറിയാം? അങ്ങനെ എത്ര പേര് ചിന്തിക്കണം? നമ്മൾ പറയാൻ പാടില്ല, സത്യമായിരിക്കണം. ഈ ക്ലാസ്സിന് വേണ്ടിയിട്ട് കൈവക്കരുത്, ഉള്ളിന്ന് പറയണം. അങ്ങനെ ഇപ്പോഴൊന്നും ആയിട്ടില്ല, നമ്മൾ ആവണം, ആത്മാർത്ഥമായിട്ടാവണം. ഈ മരണത്തിന് മുമ്പേ, ഈ ജീവിതം അവസാനിക്കുന്ന മുമ്പേ അവരവസ്ഥയിലെത്തണം. ഇപ്പൊ നമ്മൾ ആരും അങ്ങനെ ആയിട്ടില്ല. മേക്ക് എ ടാർഗറ്റ്. ഇതാണ് നമ്മുടെ ജീവിത ലക്ഷ്യം. ഭഗവാനോട് വിട്ടുകൊടുക്കുക. നമ്മുടെ ജീവിതം നമ്മൾ കയ്യിൽ പിടിക്കരുത്. ഭഗവാന് വിട്ടുകൊടുക്കുക. ഭഗവാനോട് പ്രാർത്ഥിക്കുക, ഭഗവാനെ എന്റെ തീരുമാനം അങ്ങ് എടുക്കൂ. എപ്പോഴും എന്റെ തീരുമാനം, അങ്ങനെ തീരുമാനം പല തീരുമാനം എപ്പോഴും ഇവിടെ വന്നിരിക്കുന്നത്, അല്ലെ? പല തീരുമാനങ്ങൾ അവസാനം ഇവിടെ എത്തിയിരിക്കുകയാണ്.
അപ്പൊ ഈ എടുത്ത തീരുമാനങ്ങളെല്ലാം തെറ്റിയെന്ന് മനസ്സിലായില്ലേ? ഇനി തീരുമാനിക്കോ? ഭഗവാനോട് പ്രാർത്ഥിക്കാം, എനിക്ക് എന്താണ്, എനിക്ക് ആശ്രയം വേറെ ഇല്ലാന്ന് മാത്രമേ എനിക്കറിയാം. ഇതും തീരുമാനം പോലുമില്ല. എനിക്ക് വേറെ ആശ്രയമില്ലാന്ന് എനിക്കറിയാം, അത് മാത്രമേ എനിക്കറിയാം. ഇനി ബാക്കി ഞാൻ തീരുമാനമൊന്നും എടുക്കില്ല. സോ അബ്സല്യൂട്ട് സറണ്ടർ. ദെൻ കൃഷ്ണ ലൈക്ക് ഇറ്റ്. ഭഗവാൻ അങ്ങനത്തെ ആൾക്കാരാണ് ഇഷ്ടം. സോ നമ്മളിപ്പോ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഭഗവാനെ ബൈൻഡ് ചെയ്യും. വൈകുണ്ഠം പോകണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഭഗവാന്റെ ഒരു ഉത്തരവാദമാണ് ഇല്ല വൈകണ്ഠത്തിന്. അപ്പൊ ഭഗവാന്റെ ബൈൻഡിങ് ആണ്. ഭഗവാന്റെ സ്വാതന്ത്ര്യത്തിന് നമ്മള് അല്ലേ, കുട്ടികൾ പറയാണ് എന്താ വെച്ചാൽ തരൂ കുറച്ച് കഴിക്കാന്ന് പറഞ്ഞാൽ നമുക്ക് വീട്ടിലുള്ളത് കൊടുക്കാം. എനിക്ക് പൊറാട്ട വേണം പറഞ്ഞാലോ വീട്ടിൽ കഞ്ഞിയായിരിക്കും. അപ്പോ നമ്മൾ ചോദിക്കുമ്പോ എന്തായെന്ന് വെച്ചാല് അച്ഛൻ അമ്മയെ ബൈൻഡിങ് ആണ്, അവരെ ബന്ധിപ്പിക്കലായി. അവർക്കൊരു ഇൻകൺവീനിയന്റ് ഫീലിംഗ് ആണ്. കഞ്ഞിയെ ഉള്ളിൽ പൊറോട്ട ചോദിക്കാണ്. അപ്പൊ പക്ഷെ അമ്മ കഞ്ഞി മതി പറഞ്ഞ സന്തോഷമായി. ഓ എന്റെ മകൻ. ഭഗവാൻ ഇതേപോലെയാണ്. ഭഗവാനൊന്നും ചോദിക്കാൻ പാടില്ല, ഉള്ളത് എന്താ വെച്ചാൽ തരുമെന്ന് പറഞ്ഞാൽ ആ തരുന്ന സന്തോഷത്തില് നാം പോയെന്ന് പറയും. സോ ഭഗവാനോട് ഡിമാൻഡ് ചെയ്യാൻ പാടില്ല, ഭക്തി ചോദിക്കാൻ പോലും പാടില്ല. ഗോപികൾ അങ്ങനെയാണല്ലോ. ഗോപികൾ അങ്ങനെയാണ്. ഭഗവാനോട് സേവനം ചെയ്യുമ്പോ സേവനം അവർക്ക് ആനന്ദം വരുമ്പോ ആനന്ദത്തിന് ചവിട്ടിത്തള്ളും. ഇങ്ങോട്ട് വരുന്നത്. കാരണം ആനന്ദം അനുഭവിക്കുന്ന ചിലപ്പോ ഭഗവാനെ മറന്നുപോകും. സേവനത്തിൽ ചിലപ്പോ ഗ്യാപ്പ് വരും. അപ്പൊ ഗോപികൾ പറയാണ് ഈ ആനന്ദ ആശ്രുക്കൾ വരാൻ പാടില്ല അവർക്ക്. നമുക്ക് ഇഷ്ടമില്ല, നമ്മളിങ്ങനെ കരയണം, ഭഗവാൻ വിചാരം അങ്ങനെ ആനന്ദിക്കണം എന്ന് എത്ര പേരോട് എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. തെറ്റാണത്. ആ മനോഭാവം തെറ്റാണ്. കാരണം സെൽഫിഷ് മോട്ടിവേഷനാണ് എന്റെ ആനന്ദം. പക്ഷെ ഗോപികൾ അങ്ങനെ എന്റെ ഒന്നുമില്ല അവർക്ക്. അതായത് ഈ ആനന്ദിക്കുമ്പോ ഭഗവാന്റെ സേവനം. അതുകൊണ്ട് ഗോപികളുടെ പ്രാർത്ഥനയിലുണ്ട് ഈ ആനന്ദം അവർക്ക് വേണ്ട. എന്താ ഇവർക്ക് മണ്ടത്തരം എന്നാ നമ്മൾ വിചാരിക്കുക. ഗോപികൾക്ക് എന്ത് വലിയ ബുദ്ധിയില്ലേ? കാരണം ആനന്ദം ഭഗവാനെ സേവ കിട്ടുന്ന അവർക്ക് അനുഭവിച്ചുകൂടെ? അവരുടെ അവസ്ഥയെ വേറെയാണ്. അതുകൊണ്ട് ഭഗവാൻ ഗോപികളെ കണ്ട് പഠിക്കൂ എന്ന് പറഞ്ഞത്. കാരണം അവർക്ക് അതുപോലും വേണ്ട അല്ലെ. സോ ഭഗവാന്റെ സേവനമാണ് ടോപ്പ്. ഇത് പ്രഭുപാദ് പറഞ്ഞിട്ടുണ്ട്. ഡിവോഷൻ മീൻസ് ഡിവോഷണൽ സർവീസ്. ഇങ്ങനെ കണ്ണു അടച്ച് ആനന്ദമായി തലയാട്ടിരിക്കലല്ല ഭക്തി. ചിലര് ആനന്ദം ജപിക്കുമ്പോ ആനന്ദം കിട്ടാൻ ശരിയാണ്, പക്ഷെ സേവനമാണ് ജപം. പക്ഷെ ഡിവോഷണൽ സർവീസ് എന്ന് വിചാരിച്ച് എത്ര പേരെ ജപിക്കുന്നു? ഇല്ല ഇല്ല ഇല്ല. ജപിക്കുമ്പോ സന്തോഷം കിട്ടും, ഭഗവാനെ ആകർഷിക്കാം, അങ്ങനെയാണ് പ്ലാൻ. ഇല്ല, സേവനമാണ് എന്റെ നാമജപം. എന്റെ സേവനമാണ്, ഒരു ദാസന്റെ സേവനമാണ് നാമജപം എന്ന് ചിന്തിക്കണം. അത്ര എവറിത്തിങ് ഇസ് എ സർവീസ് ഓൺലി. കോൺസെപ്റ്റ് വളരെ ഡിഫറെന്റ് ആണ്. എത്ര പേർക്ക് മനസ്സിലായി എന്നറിയില്ല എനിക്ക്. എത്ര പേർക്ക് അത് മനസ്സിലാക്കാനുള്ള ഇരുത്തമുണ്ടായി, എത്ര പേർ കേട്ടു, എത്ര പേർ മനസ്സ് പുറത്തായി, ഫിസിക്കലി പ്രസന്റ് മെന്റലി ആബ്സെന്റ് എത്ര പേരെന്ന് എനിക്കറിയില്ല. സോ ദിസ് ഈസ് എ ഹൈയസ്റ്റ് ഓഫ് ഡിവോഷൻ. ഈവൻ ദേ ഡോണ്ട് വാണ്ട് എനിത്തിങ് ഫ്രം കൃഷ്ണ. കൃഷ്ണന് ഒന്നും വേണ്ട. സോ അങ്ങനെ ഹൈ ഡിറ്റാച്ച്മെന്റ്. വലിയ സന്യാസികളാണ് ആര്? ഗോപികള്. ആക്ച്വലി ദേ ആർ ദ റിയൽ സന്യാസീസ്. ഈവൻ കാഷായ വേഷം കൊടുത്ത ആൾക്കാർ പോലും സന്യാസികളല്ല. ബിക്കോസ് ദേ വാണ്ട് മുക്തി. അതുപോലും ലോ ക്ലാസ് ഭഗവാന്റെ മുമ്പിൽ. സോ ഭഗവാന് വേണ്ടി എന്ത് സഫറിങ് അവരെടുക്കാൻ തയ്യാറാണ്. തനിക്കൊന്നും അവർ ആഗ്രഹിക്കുന്നില്ല. ദിസ് ഈസ് നോട്ട് ആർട്ടിഫിഷ്യൽ. നമ്മളെ പോലെ നമ്മൾ നാളെ തൊട്ട് തുടങ്ങും. ഇപ്പൊ കേട്ട് കഴിഞ്ഞല്ലോ, നാളെ തൊട്ട് തുടങ്ങും. ഇനി ഒന്നും വേണ്ടാന്ന് പറഞ്ഞിട്ട്. പക്ഷെ വേണ്ടാന്ന് പറയുമ്പോഴേ ഉള്ളിലൊരു ടെൻഷനാണ്. ഇനി ഞാനിപ്പോൾ എന്തിനാ ചെയ്യുന്നത്, എനിക്ക് എന്തെങ്കിലും വേണ്ടേ എന്ന് വിചാരിക്കും. സോ ആറ്റിറ്റ്യൂഡില് ക്ലിയർ ആയിട്ടില്ല. നാച്ചുറൽ അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരാണ്. നമ്മൾ ഇനി ചിന്തിച്ച് ശീലിക്കണം. അങ്ങനെ ആർട്ടിഫിഷ്യലായി തുടങ്ങി നാച്ചുറൽ ആവണം. സോ ഭഗവാന്റെ കാരുണ്യം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു അവസ്ഥയ്ക്ക് പോലും എത്താൻ സാധിക്കൂ. സോ നമ്മൾ കണ്ടുപിടിക്കാമല്ലോ, ആരെ കണ്ട്? ഭക്തന്മാരെ കണ്ടുപിടിക്കാം. ഇപ്പൊ ഗജേന്ദ്രൻ എന്തൊക്കെ പഠിച്ചു? 3-4 പാഠം പഠിച്ചു. ആര് നമ്മളെ രക്ഷിക്കില്ല, ബന്ധുക്കളെ വിട്ട് രക്ഷിക്കില്ല, നമ്മൾ ഔട്ട് ഓഫ് ദ ഫിഷ്, ഔട്ട് ഓഫ് വാട്ടർ ആണ് അല്ലേ. നമുക്കിനി സംസാര സാഗരത്തിൽ വലുതാണ്. ഇനി പ്രാർത്ഥിക്കുമ്പോൾ
എനിക്ക് ദുഃഖം വരരുത് എന്ന് പ്രാർത്ഥിക്കുന്ന ശൈലിയല്ല അല്ലെ. നമ്മൾ എന്തുകൊണ്ട് ഭഗവാൻ അതിൽ രക്ഷിച്ചില്ല? ഇപ്പോ ദ്രൗപദീനെ വേണ്ടി യുദ്ധം ചെയ്ത ഭഗവാൻ അല്ലെ, മഹാഭാരതത്തിൽ ആണല്ലേ? ആർക്ക് വേണ്ടി യുദ്ധം ചെയ്തതാണ്? അതിനു വേണ്ടിയിട്ടാണ്. എന്നിട്ട് ദ്രൗപദിക്ക് വർഷാശ്രയം നടക്കുന്ന സമയത്ത് ഓടി വന്നില്ല. അപ്പോ ഭഗവാൻ ഭയങ്കര ട്രിക്കിയാണ്. യു കാന്റ് അണ്ടർസ്റ്റാൻഡ് കൃഷ്ണ. എങ്ങനെയാണ് നമ്മളെ പരീക്ഷിക്കാൻ ഒന്നും കണ്ടുപിടിക്കാൻ പറ്റുക? ഹീസ് എ മാസ്റ്റർ ഓഫ് എവറിത്തിങ്. ചീറ്റിംഗ് കലയില് ഹീസ് എ മാസ്റ്റർ. അപ്പൊ അതുകൊണ്ട് ഭഗവാൻ എന്ത് ചെയ്താലും ഇസ് ഗുഡ് എന്ന് വിചാരിക്കാൻ നമുക്ക് സാധിക്കണം. എന്നെ രക്ഷിച്ചാലും ഇല്ലെങ്കിലും ദാറ്റ്സ് ഫോർ മീ ഗുഡ്, എന്റെ നന്മയ്ക്കാണ് എന്ന് ചിന്തിക്കാൻ നമുക്ക് പറ്റുമോ? ചിലർ ഇതെന്റെ ഭ്രാന്ത അങ്ങനെ ചിന്തിക്കാൻ. രക്ഷിച്ചില്ലെങ്കിൽ രക്ഷിച്ചെന്ന് പറയാൻ ഈ ഇവിടെ എന്തോ കുഴപ്പമാണ്, നാളത്തെ ഡിസ്കൗണ്ട് വരണ്ട, അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരാണ്. കാരണം യു ആർ ഇൻസൈഡ് ദ ഡ്വാലിറ്റീസ്. ദ്വന്ദ്ങ്ങൾക്കുള്ളിലാണ് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പൊ നമുക്കിതൊന്നും മനസ്സിലാവില്ല. സ്പിരിച്വൽ മാറ്റേഴ്സ് ആർ ബിയോണ്ട് ദ ദ്വന്ദ്ങ്ങൾക്ക് പുറമെയാണ് ഭക്തി. അപ്പൊ നമുക്ക് ഉള്ളിലിരിക്കുന്ന ആൾക്കാർക്ക് ഭയങ്കര കൺഫ്യൂസിംഗ് ആണ്. ഇതെന്താ അങ്ങനെ പറയണം, ഇങ്ങനെ പറയണം, ഏതാ ശരി എന്ന്. ഇപ്പൊ ഭഗവാൻ പറയുന്നുണ്ട്, പരീക്ഷണം ഞാൻ തരുമ്പോ അത് എന്റെ പരീക്ഷണമാണെന്ന് തിരിച്ചറിഞ്ഞ് അത് അതിജീവിച്ച് സഹിക്കാൻ പഠിക്കണം. ശീതോഷ്ണ സുഖദുഃഖത അകമാഭായുധ നിത്യത താം തിദിക്ഷ ഭാരത. തിദിക്ഷ അത് ഏറ്റവും പ്രധാന ആ ശ്ലോകത്തില്. നമ്മൾ എന്ത് നടക്കുമ്പോഴും അത് ക്ഷമയോടിരിക്കുക. ഇത് എനിക്ക് എന്തോ പരീക്ഷണമാണ്. പ്രത്യേകിച്ച് നമ്മുടെ വീട്ടില് ഇഷ്ടം പോലെ പരീക്ഷണമുണ്ട്. നമുക്ക് കുട്ടികൾ നമ്മളെ പരീക്ഷിക്കും, അച്ഛനമ്മ, ഭാര്യ, ഭർത്താക്കന്മാർ, അങ്ങനെ ഇതൊക്കെ ട്രെയിനിങ് ആണ് അല്ലെ. എല്ലാം ട്രെയിനിങ് ആണ്. ഒന്നും നമുക്ക് മനുഷ്യജന്മത്തിൽ പ്രത്യേകിച്ചും നമുക്ക് നടക്കുന്നതെല്ലാം ഭക്തിക്ക് വേണ്ടിയിട്ടാണ്. ഒന്നും നമുക്ക് ദോഷത്തിനായിട്ട് ഒന്നും വരുത്തില്ല ഭഗവാൻ. അവിശ്വാസമാണ്. ഭഗവാനെ വിശ്വസിക്കാനും അങ്ങനെ വിശ്വസിക്കണം ഡീപ്പായിട്ട്. സോ ഒരിക്കലും പരീക്ഷണം വന്നാലും എന്താ ഇന്ന് ഭഗവാൻ സഹായിച്ചു, മറ്റൊരെന്താ സഹായിച്ചില്ല എന്ന് നമുക്ക് ഇങ്ങനെ തോന്നും. സഹായിക്കണം, എപ്പോഴും സഹായിക്കണം, നമ്മുടെ സെർവന്റ് ആയിരിക്കണം ഭഗവാൻ. പക്ഷെ പല രീതിക്ക് ഭഗവാൻ നമ്മളെ പരീക്ഷിക്കുമ്പോൾ നമ്മൾ പെട്ടുപോകും. സോ സ്ട്രോങ് ആയിട്ടുള്ള ഒരു തെളിഞ്ഞ മനസ്സെന്താണ്? പരീക്ഷണം വന്നാലും സഹായം വന്നാലും അത് അനുഗ്രഹമാണ്. കാരണം സഹായം വരുമ്പോ എന്താ പറയാ, ഈ പറയുന്ന സുഖം വന്നാൽ അതൊരു അനുഭവമാണ്, ദുഃഖം വന്നാൽ അതൊരു പാഠമാണ് അല്ലെ. സുഖത്തിൽ നിന്ന് പാഠം പഠിക്കാൻ പറ്റും? ഹരേ കൃഷ്ണ. സുഖത്തിൽ നിന്ന് പാഠം പഠിക്കാൻ പറ്റില്ല. അത് അനുഭവമാണ്. സുഖം അത് അനുഭവമാണ് അല്ലെ. പക്ഷെ ദുഃഖത്തിൽ നിന്നാണ് പാഠം പഠിക്കുക. ഇപ്പൊ ഗജേന്ദ്രൻ ദുഃഖത്തിൽ നമുക്ക് എത്ര പാഠം കിട്ടി? ഇയാൾ സുഖിച്ച് നടന്നപ്പോൾ എന്തെങ്കിലും പാഠം കിട്ടിയോ? ഗജേന്ദ്രൻ സുഖിച്ച് നടന്നപ്പോൾ നമുക്ക് എന്തെങ്കിലും പാഠം കിട്ടിയില്ല. നമ്മുടെ ജീവിതത്തിൽ അതാണ്. നമുക്ക് എപ്പോഴും ദുരിതങ്ങൾ ദുഃഖങ്ങൾ വരുമ്പോൾ അതിൽ പാഠം കിട്ടും. സോ കൃഷ്ണ ഓൾവേസ് എപ്പോഴും ഒരു ഭക്തനെ സ്നേഹിക്കാൻ തുടങ്ങിയാൽ കൂടുതൽ. അതുകൊണ്ടാണ് കുന്തിദേവി പറഞ്ഞു വിഭത സന്തതയശ്വത് തത്ര തത്ര ജഗദ്ഗുരു അല്ലെ. അതായത് പറഞ്ഞത് എനിക്ക് ദുഃഖം തന്നാൽ ഞാൻ മറക്കില്ല. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ദുഃഖത്തിനേക്കാളും പ്രധാനമാണ് ഇതിന്റെ ഓർമ്മശക്തി. കുന്തി മനസ്സിലാക്കിയത് ദുരിതത്തിനേക്കാളും പ്രധാനം എന്താണ്? കൃഷ്ണനെ ഓർക്കാനുള്ള പ്രധാനം. ദുഃഖം വന്നിട്ട് പോട്ടെ, ദുഃഖം വന്നിട്ട് പോട്ടെ, എനിക്ക് അത് പ്രശ്നമല്ല, എനിക്ക് മറക്കാതിരിക്കണം. ആരെ? ഭഗവാനെ മറക്കാതിരിക്കണം. അപ്പോ ഭവതോ ദർശനം യസ്യാത് ആ പുനർഭവദർശനം. കൃഷ്ണ നിന്റെ ദർശനം കിട്ടിയില്ലെങ്കിൽ ഞാൻ ആരെ ദർശിക്കണം? മരണത്തിനെ ദർശിക്കണം. ആ പുനർഭവദർശനം. ആ പുനർഭവദർശനം ഭവദർശനം പറഞ്ഞ മരണം. അപ്പോ കൃഷ്ണനെ ഒന്ന് കാണും മനുഷ്യൻ. ഭക്തന്മാർ മരിക്കുമ്പോൾ ഒന്നുകിൽ കൃഷ്ണനെ കാണും, അല്ലെങ്കിൽ ആരെ കാണും? മരണത്തെ കാണും. അപ്പൊ ഭക്തന്മാർ ഒരിക്കലും മരണത്തെ കാണില്ല. ആ മരണത്തിൽ കൂടെ ആരെ കാണും? കൃഷ്ണൻ. കാരണം കൃഷ്ണൻ പറയുന്നു ഞാനാണ് കാലം. അപ്പൊ മരണം ഞാനാണ്. ഭഗവാൻ പറയുന്നു മരണവും ഞാനാണ്. അപ്പൊ മരിക്കുമ്പോ നമ്മൾ എന്ത്? ഭഗവാനെ കാണാൻ വേണ്ടി പോവാണ് മരിച്ചിട്ട് എന്ന് മരിക്കാൻ തയ്യാറാവണം എന്നാ പറയുന്നത്. ഇതൊരു കേൾക്കുമ്പോ ഒരു രസമില്ല, കേൾക്കാൻ ഒരു രസമില്ലാത്ത കാര്യമാണ്. മരിക്കാൻ തയ്യാറാവുക, ഭഗവാനെ കാണും.
പക്ഷെ അതാണ് സത്യം. നമ്മൾ മരണത്തിനെ പേടിച്ചിരിക്കുമ്പോൾ എന്താണ്, ഈ ബുദ്ധിയെല്ലാം നഷ്ടപ്പെട്ടു പോകും. ഓക്കെ, അപ്പോ വലിയ ഭക്തന്മാരെല്ലാം മരണം എന്ന് പറയുന്ന ഭഗവാനെ കാണാനുള്ള ദൂരം കുറയുകയാണ്. പെട്ടെന്ന് വെച്ചാൽ പെട്ടെന്ന് കാണാം. അപ്പൊ ചില ആൾക്കാർക്ക് ഇത്രയും ആയുസ് കിട്ടിയിട്ട് എന്താ കാര്യം, ഭഗവാനെ മറന്ന് ഇത്രയും ആയുസ് ജീവിക്കുന്നേക്കാളും പെട്ടെന്ന് മരിച്ച് പെട്ടെന്ന് ഭഗവാനെ കാണാം എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. കാരണം അവർക്കത് മനസ്സിലായി. ഹരേ കൃഷ്ണ, അവർക്കത് മനസ്സിലായി. അപ്പൊ മരണം നമ്മൾ അതിനുവേണ്ടി നാളെ എല്ലാവരും പോയിട്ട് തൂങ്ങി മരിച്ചിട്ട് ഭഗവാനെ പെട്ടെന്നൊന്നും കാണില്ല. ഭഗവാൻ തരും അങ്ങനെ ഒരു ചാൻസ് നാച്ചുറലായിട്ട്. അപ്പൊ കാണുക. അതിനുള്ള ട്രെയിനിങ് ആയിരിക്കണം ഈ ജീവിതം. എപ്പോ മരണം കിട്ടിയാലും അത് ഭഗവാനെ കാണാനുള്ള പരിശീലനം എടുക്കണം. ഓക്കെ, ഹരേ കൃഷ്ണ. ശ്രീ